ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പൊ എന്തായിരിക്കും കാരണം എന്നല്ലേ, നമ്മളുടെ വേലൂര് പെരുന്നാളാണ് കേട്ടോ. വേലൂരിലെ മെയ് മാസത്തെ പെരുന്നാളാണ്. പണ്ടൊക്കെ ഇവിടെ മെയ് മാസത്തെ പെരുന്നാൾക്ക് നമ്മൾ ഒരുപാട് കൂടിയിട്ടുള്ളതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പഴയ ഓർമ്മകളായിട്ട് ഞാൻ വീണ്ടും ഈ പെരുന്നാൾക്ക് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മളുടെ പഴയ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ വേലൂര് പുതിയ പള്ളിയിലെ കുർബാന കഴിഞ്ഞതിന് ശേഷം മീറ്റ് ചെയ്യാനായിട്ട് ഇടയായി. അവരെയൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവരൊക്കെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരികയും നമ്മളോട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളുടെ അപ്പാപ്പൻ ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഇതാണ് ആ സ്ഥലം. അവിടെ ഇട്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ. ചില വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല, കാരണം അധികം ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പെരുന്നാളിനെ കുറിച്ചിട്ട്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം പോകുന്നതിൻ്റെ ഒരു ഗ്യാപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ചെന്നപ്പം നേർച്ചയിടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് മെയ് മാസം പെരുന്നാൾക്ക് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം അധികം തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ജനുവരി പെരുന്നാളാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ തിരക്ക് ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച്. അപ്പോൾ അത് ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ പോയി നേർച്ചയൊക്കെ ഇട്ടു. അങ്ങനെ നേർച്ചയിടൽ കഴിഞ്ഞപ്പോഴും നേർച്ചയിടുന്ന നേരത്തൊക്കെ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കുർബാനയൊക്കെ കണ്ടായിരുന്നു. കുർബാനയൊക്കെ കണ്ട് നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു. ജോജു പനക്കൽ അച്ഛനൊക്കെ, നമ്മുടെ പഴയ അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരേനെയൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചെന്നത് എൻ്റെ കൂട്ടുകാരത്തി നിമ്മിയുടെ പാപ്പൻ്റെ മോൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആ ചെറുക്കൻ അതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം അപ്പം ഞാനിങ്ങനെ ചോദിച്ചു നിമ്മിയുടെ വീടിൻ്റെ അടുത്താണോ എന്നൊക്കെ ചോദിച്ചു വന്നപ്പം നിമ്മിയുടെ കസിനാണ് കേട്ടോ ഈ കുട്ടി. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഞാൻ കുറേ സംസാരിച്ച് ഭയങ്കര ജോളി അടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും വേലൂർ പാടം ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ, ഒരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോയിൽ വീണ്ടും എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മുന്നേ ഇതുവഴിയൊക്കെയാണ് പള്ളിയിലേക്ക് പോയിരുന്നത്. അപ്പോൾ ആ വഴികളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോയിൽ അങ്ങ് എടുത്തു വെച്ചായിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പം വേലൂര് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ് നമ്മൾ ഇറങ്ങിയത് ബസ്സിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷയാണ് വിളിച്ചത് കേട്ടോ. ഓട്ടോറിക്ഷയിലാണ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതാണ് ഞാൻ. എൻ്റെ നീല കളറുള്ള ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പം അച്ഛൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ചീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല ബുദ്ധിയാണെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കേട്ടുകൊണ്ടിരുന്നു കേട്ടോ. നല്ല അടിപൊളി പിള്ളേരാ, മിടുക്കുള്ള പിള്ളേരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു ഇവരുടെ വീഡിയോ. അങ്ങനെ ഞാനതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കുറേ പഴയ ഫോട്ടോസുകളിലോട്ടൊക്കെ പോയിട്ടോ. അവിടെ പോയപ്പം കുറച്ച് ഫോട്ടോസുകൾ ഇങ്ങനെ ഇരിപ്പുണ്ടായി. ഇപ്പം നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കുർബാന സ്വീകരണം, നമ്മുടെ അമ്മയുടെ അനിയത്തി മേമയുടെയൊക്കെ കുർബാന സ്വീകരണത്തിൻ്റെയൊക്കെ ഫോട്ടോസുകൾ, അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും പഴയ ഫോട്ടോസുകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു. അതിൽ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കല്യാണ ഫോട്ടോ കാണാനായിട്ട് എന്തായാലും നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഓർണമെൻറ്റ്സും പിന്നെ അമ്മാമ്മയുടെ ലുക്കും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിലോട്ട് പോയായിരുന്നു. ഈ ഷോപ്പിലോട്ട് നമ്മൾ പോകുന്നതിന് കാരണം ഇതുപോലെയുള്ള ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചായ ഗ്ലാസ് നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ആ കടയിൽ കയറിയതാണ്. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര കൗതുകരമായ കാഴ്ച. ഇവിടെ എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണെന്ന് പറഞ്ഞു. എല്ലാം അവർ നാച്ചുറലായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുക എന്താണെന്നൊക്കെ പറഞ്ഞപ്പം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുറേ കൂജകളും കുടങ്ങളും അതുപോലെ ചിരട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയ്യിൽ അങ്ങനത്തെ ഐറ്റംസും ഒക്കെ നമ്മളവിടെ കാണാനായിട്ട് ഇടയായിട്ടാണ്. പിന്നെ നല്ല രസകരമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ ഡയറക്റ്റ് കാണുന്നത്. കൊണ്ടുണ്ടാക്കിയ മാലകൾ, കളിമണ്ണ് ഉരുട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള മാലകൾ, അതിൻ്റെ പെയിൻറ്റിങ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നാച്ചുറലായിട്ട് ഈ കളറൊന്നും പോവില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിനൊന്നും അധികം വിലയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ.
ഇതൊക്കെ ഈ സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ അവിടെയുള്ള ലേഡി പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസുകളൊക്കെ പുള്ളിക്കാരത്തി ഇട്ടിട്ടുള്ളത് നമ്മളെ കാണിച്ചു തരികയൊക്കെ ചെയ്തായിരുന്നു. അത് പക്ഷെ ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അങ്ങനെ പിന്നെ കുറച്ച് കമ്മലുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. അതും അടിപൊളിയായിരുന്നു. അപ്പം ഇതിൻ്റെ എന്നാ പറയുക, അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട് ശരിക്കും ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ എത്തും കേട്ടോ. ആ രീതിയിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ മെറ്റലാന്ന് വിചാരിക്കും. പിന്നെ ഇവർ പറയുമ്പോഴാണ് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാവാം കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. നമ്മളിത് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ, പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കര കൗതുകരമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരയ്ക്കും ബൈ ബൈ.